ജയസൂര്യൻ സാർ, ഇനി വെറും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ബീഹാർ ഇലക്ഷന്. രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും വളരെ ശക്തമായ രീതിയിൽ പല പദ്ധതികളും ബീഹാറിൽ ആവിഷ്കരിക്കുന്നു. നിതീഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് പുതിയൊരു ബീഹാറിനെ കെട്ടിപ്പടുക്കാൻ ഞങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന്. ബി.ജെ.പി കൂട്ടുകെട്ടിൽ നിതീഷ് കുമാർ അവിടെ വലിയ പദ്ധതികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഹ്വാനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കാനാണ് സാധ്യത? രാഹുൽ ഗാന്ധി നടത്തിയ പല പ്രതിഷേധങ്ങളും ഏത് രീതിയിലാണ് പ്രതിധ്വനിച്ചതെന്നും നമുക്കറിയാം. പരാജയപ്പെട്ടിടത്തു നിന്നും വീണ്ടും പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് നിരന്തരം പ്രഖ്യാപിച്ച ഒരു കോൺഗ്രസിനെയുമാണ് കാണാൻ സാധിച്ചത്. ബീഹാർ തെരഞ്ഞെടുപ്പിനെ ജയസൂര്യൻ സാർ എങ്ങനെ വിലയിരുത്തും? ബീഹാർ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ഉപേക്ഷിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യ മുന്നണി തകർന്ന് പൊളിഞ്ഞു പോയ ഒരു തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യയിലെ ബി.ജെ.പിക്കെതിരായിട്ടുള്ള ഒരു മുന്നണിക്കും ഇനി പ്രസക്തിയില്ല എന്ന് ബോധ്യപ്പെടുത്തിയ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. നമുക്ക് അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്കൊന്ന് നോക്കിയാൽ 1300 കിലോമീറ്റർ ദൂരം തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും കൂടി ഒരേ വാഹനത്തിൽ യാത്ര ചെയ്ത് ബീഹാറിന്റെ ഗ്രാമാന്തരങ്ങളെ ഇളക്കി മറിച്ചുകൊണ്ട് ബി.ജെ.പിയുടെ കൂട്ടുകക്ഷി മന്ത്രിസഭ, അതായത് ഈ നിലവിലുള്ള നിതീഷ് കുമാറിന്റെ മന്ത്രിസഭയെ ഇല്ലായ്മ ചെയ്യും എന്നുള്ള വലിയ പ്രഖ്യാപനത്തോടു കൂടിയാണ് ആ യാത്ര നടന്നത്. ആ യാത്ര അങ്ങ് അവസാനിച്ചു. അത് കഴിഞ്ഞ് സീറ്റ് വിഭജനത്തിലേക്ക് വന്നു. തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് വന്നു. ആ സമയത്ത് തേജസ്വി യാദവ് പറഞ്ഞു, ഞങ്ങൾക്ക് ആവശ്യമുള്ള സീറ്റ് എടുത്ത് മിച്ചം വല്ലതുകൊണ്ട് കോൺഗ്രസിന് തരാം. അവിടെ അതിശക്തമായിട്ടുള്ള ഒരു മുന്നണി ഉണ്ട് എന്നുള്ള ധാരണ അതോടെ പൊളിഞ്ഞു. അതായത് മഹാഗഠബന്ധൻ എന്ന് പറയുന്ന വിശാല മുന്നണി അതോടെ പൊളിഞ്ഞു. അങ്ങനെ മഹാഗഠബന്ധനിൽ നിന്ന് ഓരോരോ പാർട്ടികൾ പിന്മാറാൻ തുടങ്ങി. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, പ്രതിപക്ഷത്തെ നേതൃനിരയെ, അതായത് ഇന്ത്യ മുന്നണിയെ നേതൃത്വം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട രാഹുൽ ഗാന്ധി വിദേശത്തെ ഏതോ രാജ്യത്തേക്ക് അജ്ഞാതവാസത്തിന് വേണ്ടി പോയി എന്നുള്ളതാണ്. ഏത് രാജ്യത്ത് പോയി, എന്തിനു പോയി, ആർക്കും അറിയില്ല. പതിവ് പോലെ അദ്ദേഹം അപ്രത്യക്ഷനാണ്. അപ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമല്ലേ, പ്രതിപക്ഷ ഐക്യം എന്ന് പറയുന്നതിന് രാഹുൽ ഗാന്ധിക്ക് യാതൊരു താല്പര്യമില്ല. അവിടെ പിന്നെ തേജസ്വി യാദവ് മാത്രമായി ചിത്രത്തിൽ. തേജസ്വി യാദവ് ആവശ്യത്തിനുള്ള സീറ്റെല്ലാം ഞെട്ടെടുത്തു. പിന്നെ ബാക്കി വന്ന പൊട്ടും പൊടിയും ഒക്കെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് കൊടുത്തു. അതിൽ കുറച്ച് സീറ്റുകൾ കോൺഗ്രസിന് കിട്ടി എന്നതൊഴിച്ചാൽ അവിടെ തേജസ്വി യാദവിന്റെ പാർട്ടി ആർ.ജെ.ഡിയുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് എൻ.ഡി.എ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, കോൺഗ്രസിനോ അതല്ലെങ്കിൽ ആർ.ജെ.ഡിക്കോ അവിടെ അധികാരത്തിൽ തിരിച്ചു വരാൻ സാധിക്കുകയില്ല. അവർക്ക് ചെയ്യാമായിരുന്ന എല്ലാ രാഷ്ട്രീയ നീക്കങ്ങളും അവർ വളരെ ഗംഭീരമായിട്ട് നടത്തി. CPI, CPM, അതുപോലെ തന്നെ CPI-ML. നമ്മൾ ബീഹാറിനെ കുറിച്ച് പരിഗണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബീഹാറിലെ നമ്മുടെ ഇവിടുത്തെ CPIക്ക് CPM-നൊന്നും വലിയ കാര്യമൊന്നുമില്ല. അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് CPI-ML ആണ്. അതുകൊണ്ട് തന്നെ CPI-ML അവിടെ 21 സീറ്റിൽ മത്സരിക്കുമ്പോൾ CPI രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. CPI-M എന്ന് പറയുന്ന ഇവിടുത്തെ ഭരണകക്ഷിക്ക് വെറും 4 സീറ്റ് മാത്രമാണ് അവിടെ മത്സരിക്കാൻ ഉള്ളത്. അപ്പോൾ ഇടതുപക്ഷം എന്ന് പറയുന്നത് അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അവിടെ VIP എന്ന് പറഞ്ഞിട്ട് പുതിയ പാർട്ടി വന്നിട്ടുണ്ട്. അവിടുത്തെ ഒരു സിനിമാ താരത്തിന്റെ പാർട്ടിയാണ്. അവരാണ് ഇവരെക്കാളൊക്കെ വലിയ പാർട്ടിയായിട്ട് വേറൊരു പാർട്ടി എന്നുള്ള നിലയിൽ നിൽക്കുന്നത്. അപ്പോൾ 3 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഒരു സിനിമാ താരത്തിന്റെ പാർട്ടി, പിന്നെ കോൺഗ്രസ് പാർട്ടി, പിന്നെ ആർ.ജെ.ഡി എന്ന് പറയുന്ന പാർട്ടി, ലാലു പ്രസാദിന്റെ തേജസ്വി യാദവിന്റെ പാർട്ടി. ഇത്രയും പാർട്ടികളെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് മഹാഗഠബന്ധൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശാല മുന്നണിയൊക്കെ ഉണ്ടാക്കി ആ മുന്നണി അപ്പാടെ പൊളിഞ്ഞു തകർന്ന് താഴെ വീണ് നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നത്. മറുവശത്ത് നോക്കൂ, മറുവശത്ത് നിതീഷ് കുമാറും ബി.ജെ.പിയും അതിശക്തമായ രീതിയിലുള്ള മുന്നണി പ്രവർത്തനങ്ങൾ, ഭരണമുണ്ട്, ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭരണത്തിലിരുന്നു കൊണ്ട് നിതീഷ് കുമാറിന് എന്ത് ചെയ്യണമെന്ന് വളരെ ഭംഗിയായിട്ടാണ്. നമ്മളിപ്പോ കേരളത്തിൽ കൊടുക്കുന്ന കിറ്റ് പോലെയോ അല്ലെങ്കിൽ കേരളത്തിൽ കൊടുക്കുന്ന പെൻഷൻ പോലെയോ ഒന്നും അല്ല അവിടെ കൊടുക്കുന്നത്. അവിടെ 10,000 രൂപ 20,000 രൂപയൊക്കെയാണ് ഒരു വീട്ടിലേക്ക് ഒറ്റയടിക്ക് കിട്ടാൻ പോകുന്നത്. ബീഹാറുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ രാഷ്ട്രീയവും അവന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ബോധവും എന്നൊക്കെ പറയുന്നത് നമുക്കെന്ത് കിട്ടും അതനുസരിച്ചാണ്. അത് ആരോഗ്യകരമാണെന്നോ അത് ന്യായമാണെന്നോ അല്ല ഞാൻ പറയുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും അവിടുത്തെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ തമ്മിൽ കൈകാര്യം ചെയ്തിരുന്ന പവർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ജാതി രാഷ്ട്രീയമായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ ബി.ജെ.പിയുടെ കടന്നു വരുന്നതോടുകൂടി അവിടെ ജാതി രാഷ്ട്രീയം എന്ന് പറയുന്നത് ആവിയായി പോയി. ഇനിയിപ്പോ അവിടെ യാദവന്മാര്, കുർമികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. ആ കാലഘട്ടം പോയി. അത് ബി.ജെ.പി വന്നതോടെ ജാതി രാഷ്ട്രീയം പോയി.
പക്ഷെ വികസനത്തിന്റെ പൊളിറ്റിക്സ് വന്നു. വികസനത്തിന്റെ പൊളിറ്റിക്സ് വരുമ്പോൾ ഓരോ വീട്ടിലും എന്ത് കിട്ടി, ഓരോ വ്യക്തിക്കും എന്ത് കിട്ടി, ഓരോ പ്രദേശത്ത് എന്ത് കിട്ടി, അത്തരം കാര്യങ്ങൾ ചർച്ചാ വിധേയമായി. ഭക്ഷ്യസുരക്ഷയുണ്ടോ, കുടിവെള്ളം കിട്ടുന്നുണ്ടോ, റോഡുകളുണ്ടോ, വൈദ്യുതിയുണ്ടോ, സ്കൂളുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ആരോഗ്യരംഗത്ത് പുരോഗതിയുണ്ടോ, ഇത്തരം കാര്യങ്ങൾ ചർച്ചാ വിഷയമായപ്പോൾ അതിന് കൃത്യമായ മറുപടി കൊടുക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചു. നിതീഷ് കുമാർ ബി.ജെ.പിയോട് പിണങ്ങിയൊക്കെ പിരിഞ്ഞു പോയെങ്കിലും തിരിച്ച് ബി.ജെ.പിയിലേക്ക് തന്നെ വരേണ്ടി വന്നു. ചുരുക്കി പറഞ്ഞാൽ നിതീഷ് കുമാറിന് പ്രതിപക്ഷത്ത് പോയിട്ട് ഇന്ത്യ മുന്നണിയിൽ അവർക്ക് നേതൃത്വം കൊടുക്കാനോ പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആകാനോ ഒക്കെ അവസരം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ക്ഷണിച്ച് പിടിച്ചു കൊണ്ടുപോയതാണ്. അവിടെ ചെന്നപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇത് മുന്നണിയല്ല, ഇത് വെറും ഒരു സങ്കല്പം മാത്രമാണ്, ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് അദ്ദേഹം തിരിച്ച് ബി.ജെ.പി മുന്നണിയിലേക്ക് തന്നെ പോയി. ഇപ്പോൾ ബി.ജെ.പി മുന്നണിയോടൊപ്പം അദ്ദേഹം അവിടെ നേതൃത്വം കൊടുക്കുമ്പോൾ ബി.ജെ.പി ഒരു കാര്യം നേരത്തെ പറഞ്ഞു, ഞങ്ങൾക്ക് കൂടുതൽ സീറ്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും മുഖ്യമന്ത്രി നിതീഷ് കുമാർ തന്നെ ആയിരിക്കും. ഇത് ബി.ജെ.പിക്ക് മാത്രം പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നമ്മൾ മഹാരാഷ്ട്രയിൽ കണ്ടു, നമ്മൾ ഗോവയിൽ കണ്ടു. അവിടെയൊക്കെ ബി.ജെ.പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് നിൽക്കുമ്പോഴും സഖ്യകക്ഷികളായ ചെറിയ കക്ഷികൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാൻ യാതൊരു വൈമനസ്യവുമില്ല. ഇത് ബി.ജെ.പിക്ക് അല്ലാതെ മറ്റേതെങ്കിലും പാർട്ടിക്ക് സങ്കല്പിക്കാൻ പറ്റും? ഇപ്പൊ കേരളത്തില് CPI-M അങ്ങോട്ട് മാറിയിട്ട് CPIക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുന്ന കാര്യം ചിന്തിക്കാൻ പറ്റും. അതുപോലെ തന്നെ കോൺഗ്രസ് അങ്ങ് മാറിയിട്ട് മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാൻ സീറ്റ് കുറവാണെങ്കിലും ചിന്തിക്കാൻ പറ്റും? പറ്റില്ല. പക്ഷെ ബി.ജെ.പിക്ക് അത് ചിന്തിക്കാൻ മാത്രമല്ല, അത് പ്രവർത്തിക്കാനും പറ്റും. അതുകൊണ്ട് ബി.ജെ.പി ബീഹാറിൽ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു, സീറ്റ് ഞങ്ങൾക്കാണ് കൂടുതലെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം നിതീഷിനായിരിക്കും എന്ന് പറഞ്ഞതോടുകൂടി നിതീഷിനെ സംബന്ധിച്ച് പിന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല. സീറ്റ് അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല, മുഖ്യമന്ത്രി താനായിരിക്കും. അതുകൊണ്ട് ഇതിലും വലിയൊരു രാഷ്ട്രീയ തന്ത്രം പുറത്തെടുക്കാനുള്ള കഴിവൊന്നും രാഹുൽ ഗാന്ധിക്കുമില്ല, അതേ തേജസ്വി യാദവിനുമില്ല. അതുകൊണ്ട് ബീഹാറിന്റെ ഫലം എന്നുള്ളത് യാതൊരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം കൃത്യമായിട്ട് നമുക്ക് പ്രവചിക്കാൻ കഴിയും. നമുക്കെന്ന് പറഞ്ഞാൽ ബി.ജെ.പിക്കാർക്ക് മാത്രമല്ല, പത്രക്കാർക്ക്, ബുദ്ധിജീവികൾക്ക്, അത് തെരഞ്ഞെടുപ്പ് നിരീക്ഷകന്മാർക്ക്, അവർക്ക് മാത്രമല്ല, അരിയാഹാരം കഴിക്കുന്ന ആർക്കും, അവർക്ക് മാത്രമല്ല, സ്കൂളിൽ പോയിട്ടുണ്ടോ ഇല്ലെങ്കിൽ കോമൺ സെൻസ് ഉള്ള ഏതൊരു മനുഷ്യജീവിക്കും പറയാൻ കഴിയും, വൻ ഭൂരിപക്ഷത്തോടെ ആയിരിക്കും നിതീഷ് കുമാർ ബീഹാറിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരിച്ചു വരിക. നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡും അതേപോലെ തന്നെ ബി.ജെ.പിയും തമ്മിലുള്ള അവിടുത്തെ സഖ്യത്തെ പൊളിക്കാൻ അവിടുത്തെ ഇന്ത്യ മുന്നണിക്ക് ഇപ്പോഴും കഴിയില്ല, ഇനി ഭാവിയിലും കഴിയില്ല. ഇതിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുണ്ട്. അടുത്ത ഒരു വർഷം അല്ലെങ്കിൽ അടുത്ത ഒരു വർഷത്തിന് ശേഷം ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകും. ആ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിരിക്കും ബീഹാറിന്റെ ഇലക്ഷൻ റിസൾട്ട്. ആ ഇലക്ഷൻ റിസൾട്ടില് ബി.ജെ.പിയുടെ പ്രകടനം എത്ര ശക്തമാണോ അത് കേരളത്തിലും പ്രതിഫലിക്കും. കാരണം കേരളത്തിലും തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. 5 സംസ്ഥാനങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് ബി.ജെ.പി, ഒന്ന് കേരളമാണ്. അപ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രതിഫലനം കേരളത്തിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും. അതുകൊണ്ട് ഇന്ത്യ മുഴുവൻ ബി.ജെ.പിയുടെ തേരോട്ടത്തിന്റെ ശംഖലി മുഴക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ആയിരിക്കും ബീഹാറിൽ നിന്നും നമുക്ക് കിട്ടുക. യെസ്, എന്തായാലും ബീഹാറിൽ ഇതുപോലെ രാഹുൽ ഗാന്ധിയുടെയും അല്ലെങ്കിൽ കോൺഗ്രസിന്റെയും ഒരു പ്ലാനിംഗ് എത്രത്തോളം നടപ്പിലാക്കും എന്ന് കണ്ടറിയേണ്ടതാണ്. ജയസൂര്യൻ സാർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ വൻ ഭൂരിപക്ഷത്തോടുകൂടി നിതീഷ് കുമാർ വീണ്ടും അധികാരത്തിലെത്താനുള്ള സാധ്യതകളും അതിന്റെ സൂചനകളുമാണ് ലഭിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു സർ.